ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പെന്തോസ് വാർ ആൻഡ് ലൈഫ് സീസൺ 1 6ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഓയോന്നി മേയറുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അയാൾ അവിടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു കിടക്കുന്നതായിരുന്നു. പക്ഷേ അയാൾ മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മേയർ മരിച്ച അന്ന് രാവിലെയാണ് സ്കൂളിൽ വെച്ചിട്ട് ഓയോന്നിയെ എല്ലാവരും കൂടെ ടോർച്ചർ ചെയ്യുന്നത്, മിൻസോളിൻ്റെ കൊലപാതകം പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സീനിൽ നമ്മൾ കാണാതെ പോയ ഭാഗമാണ് ഈ ഒരു എപ്പിസോഡിൽ അവർ കാണിച്ചു തരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഓയോന്നി സങ്കടപ്പെട്ട് നിൽക്കുകയായിരിക്കും, കാരണം ഇവിടെ എല്ലാവരും കൂടെ ടോർച്ചർ ചെയ്ത് ആലോചിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഷിമ്മ അങ്ങോട്ട് വന്നിട്ട് പറയും, മിൻസോളിൻ്റെ മരണത്തിൽ നിങ്ങൾക്കൊരു പങ്കുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുമാത്രമല്ല, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളെ നിങ്ങൾ നന്നായിട്ട് നോക്കണം. അവൾക്ക് നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ഒരിക്കലും വരുത്തരുത്, കാരണം അവളെ സംരക്ഷിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. ഇതും പറഞ്ഞിട്ട് അവൾ പോകും. ആ സമയത്ത് ഷിമ്മിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളും മിൻസോളും തമ്മിലുള്ള ബന്ധം ചെയർമാൻ അറിയണ്ട എന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ആവശ്യപ്പെടുന്ന അത്ര ക്യാഷ് എനിക്ക് അയച്ചു തന്നേ പറ്റൂ. ഇത് അയക്കുന്നതാണെങ്കിലോ നമ്മുടെ മേയറും. ഇയാളിതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇയാൾക്ക് വേണ്ട ശിക്ഷ കൊടുത്തേ പറ്റൂ. ഇതും പറഞ്ഞിട്ട് ഷിമ്മ് പോകുന്നത് നേരെ ചെയർമാൻ്റെ ഓഫീസിലേക്കാണ്. അവിടെ വെച്ചിട്ട് ഈ മേയറെ പറ്റിയിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ അവൾക്ക് കിട്ടുന്നുണ്ട്, ഒരുപാട് ഫയൽസ് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, മേയറും പ്രശസ്ത നടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫോട്ടോ നമ്മുടെ ചെയർമാൻ ജൂൻ്റെ സെക്രട്ടറി ഷിമ്മിന് കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു ന്യൂസ് ഫ്ലാഷ് ആക്കിയത് തന്നെ ഷിമ്മാണ്. പാവം നമ്മുടെ ഓയോന്നി ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. ഓയോന്നി വരുന്നതിന് മുന്നേ തന്നെ ഷിമ്മ് മേയറുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അയാളോട് പറയും, ഞാൻ തന്ന സമ്മാനം നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും ഓയോന്നി ഈ കാര്യം ചെയ്തത് ഷിമ്മാണെന്ന്. മിൻസോളിനെ പോലെ തന്നെ വേറെയും ഒരുപാട് കുട്ടികളെ ഇയാൾ അഡോപ്ഷൻ്റെ പേരിൽ സ്റ്റേറ്റ്സിലേക്കൊക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ തിരിച്ചയച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ഷിമ്മിൻ്റെ കയ്യിലുണ്ട്. അവിടുന്ന് ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് മിൻസോളിൻ്റെ സ്റ്റേറ്റ്സിലുള്ള അച്ഛനും അമ്മയും കൂടെ അവളെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്തിനാന്ന് വെച്ചാൽ അവരപ്പോഴായിരിക്കും അവളോട് അവൾക്കൊരു ചേട്ടനുള്ള കാര്യം പറയുന്നത്. അതായത് ഈ കപ്പിൾസിന് ശരിക്കും ഒരു മകനുണ്ട്. അയാൾക്കാണെങ്കിൽ തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ശരിക്കും മിൻസോളിനെ ഇവിടേക്ക് കൊണ്ടുവന്ന തന്നെ അയാളുടെ സൂക്കേട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അഡോപ്ഷൻ്റെ പേരിൽ ഇവിടെ നടക്കുന്നത് വലിയൊരു ബിസിനസ്സാണ്. ഇത് പാവം നമ്മുടെ മിൻസോളിന് അപ്പോഴൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മോഷണത്തിൻ്റെ പേരിൽ ഇവളെ അവളുടെ പാരൻസ് അവിടെ നിന്നും പുറത്താക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് ഷിമ്മും അതുപോലെ തന്നെ നമ്മുടെ മേയറും തമ്മിലുള്ള ഒരു ഭാഗമായിരിക്കും. അതിൽ അവൾ പറയുന്നുണ്ട്, നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഇപ്പോൾ എനിക്ക് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോൾക്ക് ഈ ഒരു അവസ്ഥ വന്നതിൽ ഏറ്റവും വലിയ കാരണക്കാരൻ നീ കൂടെയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. എന്നെപ്പോലൊരു പൊളിറ്റീഷ്യൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ നീ ഭീഷണിപ്പെടുത്തുന്നു, നിന്നെ കൊല്ലാൻ എനിക്ക് ഇത്തിരി സമയം മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവളുടെ കഴുത്തിൽ മുറുകെ പിടിക്കും. അപ്പോഴേക്കും അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെയർമാൻ ജൂൻ്റെ സെക്രട്ടറി വരും. എന്നിട്ട് ഇയാളെ പിടിച്ചു മാറ്റും. പക്ഷേ അപ്പോൾ അയാൾ വീഴുന്നത് ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്കായിരിക്കും. അങ്ങനെയാണ് അയാൾ മരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇയാളെ കൊന്നത് നമ്മുടെ ചെയർമാൻ്റെ സെക്രട്ടറി ആയിരിക്കും. സംഭവം നടക്കുന്ന അതേ സമയത്ത് തന്നെയായിരിക്കും നമ്മുടെ ഓയോന്നി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവൾ ഇത് കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ബാക്കോട്ട് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ലേഡീസ് ബാഗ് കാണും. ഇത് കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവും ഇവിടെ ആരോ ഒരാളുണ്ടെന്ന്. ഇത് കണ്ട പാടെ ഓയോന്നി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഷിമ്മു ഇതൊക്കെ കണ്ടിട്ട് ഷോക്കായി നിൽക്കായിരിക്കും. അപ്പോൾ നമ്മുടെ സെക്രട്ടറി പറയും, നിങ്ങളിതൊന്നും കണ്ട് പേടിക്കേണ്ട, ഈ കാര്യമൊക്കെ ഞാൻ ഏറ്റു, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിക്കോളുന്നു. അടുത്ത ഭാഗം കാണിക്കുന്നത് സ്യോജിനും അവളുടെ ഫാമിലിയും പിന്നെ നമ്മുടെ ഹായൻചൂളൊക്കെ കൂടിയുള്ള ഒരു ഡിന്നറായിരിക്കും. ആ സമയത്ത് ഹായൻചൂളിനെ ഇവരെല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്. കാരണം സ്യോജിൻ്റെ അനിയത്തി കല്യാണം കഴിച്ചത് വലിയൊരു ബിസിനസ്മാൻ ആയിരിക്കും. അതുമാത്രമല്ല അയാളുടെ ഫാമിലിയൊക്കെ നല്ല റിച്ച് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഹായൻചൂളിൻ്റെ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇത് താങ്ങാനാവാതെ ഹായൻചൂൾ അവിടുന്ന് അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങും. നീ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദരിദ്രവാസിനെ കല്യാണം കഴിച്ചത്? അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ നാണം കെട്ട് നിൽക്കുന്നത്. അത് മാത്രമല്ല അവന് ഞങ്ങളെ തീരെ ബഹുമാനമില്ല. ഇങ്ങനെയൊക്കെ സ്യോജിൻ്റെ പാരൻസ് അവളോട് സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവൾ ആകെ നാണം കെട്ട് നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് സ്യോജിൻ്റെ അച്ഛൻ പറയുക, ചിയോങ് ഫൗണ്ടേഷൻ ഞാൻ നിൻ്റെ പേരിൽ എഴുതി വെക്കുന്നതിന് പകരം നിൻ്റെ അനിയത്തിൻ്റെ പേരിൽ എഴുതി വെക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് സ്യോജിന് ഒന്നുകൂടി ദേഷ്യം വരും. കാരണം അവളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് ചിയോങ് ഫൗണ്ടേഷൻ അവളുടെ പേരിലാവുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അനിയത്തിയാണെങ്കിൽ അത് കേട്ടിട്ട് നല്ല ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, അച്ഛ അത് എന്നെ ഏൽപ്പിച്ചോളൂ, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. അപ്പോൾ സ്യോജിൻ പറയും, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അച്ഛ, എനിക്കൊന്നും വേണ്ട. പക്ഷേ ചിയോങ് ഫൗണ്ടേഷൻ എൻ്റെ പേരിൽ തന്നെ അച്ഛൻ എഴുതി തരണം, അതെൻ്റെ സ്വപ്നമാണെന്ന്.
അടുത്ത സീൻ കാണിക്കുന്നത് പെൻറ്റ് ഹൗസ് ആണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഷിമ്മ് വൈനും അതുപോലെ തന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവുമായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ചെയർമാൻ ജൂ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നീ ഇത്ര നേരം എവിടെയായിരുന്നു? നിന്നെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടിയതേ ഇല്ലല്ലോ. അപ്പോൾ അവൾ അതിന് മറുപടിയായിട്ട് പറയുക എന്താണെന്ന് വെച്ചാൽ, ഞാൻ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാഞ്ഞത്, ഞാൻ ഉറങ്ങിപ്പോയെന്ന്. അപ്പോൾ അയാൾ പറയും കുഴപ്പമില്ലാന്ന്. ആ സമയത്തായിരിക്കും അവൾ പറയുക, നമ്മുടെ വക്കീൽ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളെ കാണാനായിട്ട്, വേഗം അങ്ങോട്ടേക്ക് ചെല്ല്, ഞാൻ സ്നാക്സ് ആയിട്ട് വരാമെന്ന്. ഇത് കേട്ടുകൊണ്ട് അയാൾ വക്കീലിൻ്റെ അടുത്തേക്ക് പോകും. ഇവർ രണ്ടുപേരും ഇപ്പോൾ കൂടിയിരിക്കുന്നത് അടുത്തൊരു ബിസിനസ് പ്ലാനിനെ പറ്റിയിട്ട് സംസാരിക്കാനായിരിക്കും. അതിൻ്റെ മെയിൻ ഹെഡ് വന്നിട്ട് നമ്മുടെ ചെയർമാൻ ജൂ ആണ്. അയാൾ പറയും, നമ്മുടെ ബൊസാങ് വില്ല നമുക്ക് വാങ്ങിക്കണം. എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ അടുത്ത് തന്നെ റീഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 2 കോടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 കോടിയായിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ വക്കീൽ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അയാൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ബൊസാങ് വില്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ മിൻസോൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ തന്നെയാണ് അവളുടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇയാൾ പറയും, നമുക്ക് ആ ഫ്ലാറ്റ് വാങ്ങിക്കണം. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മരണം നടന്നുകൊണ്ട് തന്നെ ആരും ആ ഫ്ലാറ്റ് വാങ്ങിക്കാനും പോകുന്നില്ല. അതുമാത്രമല്ല നമുക്ക് ചുളു വിലയിൽ അടിച്ചെടുക്കുകയും ചെയ്യാം. ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ ബിസിനസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വേറൊരാളും കൂടി കേൾക്കുന്നുണ്ടാവും. അത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഷിമ്മായിരിക്കും. ചെയർമാൻ ജൂ അറിയാതെ അയാളുടെ ഓഫീസ് റൂമിൽ ഇവളൊരു ഹിഡൻ വോയിസ് റെക്കോർഡർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പിറ്റേ ദിവസത്തെ രാവിലത്തെ വാർത്ത എന്താണെന്ന് വെച്ചാൽ പൊളിറ്റീഷ്യൻ്റെ മരണത്തിനെ പറ്റിയായിരിക്കും. അയാൾ ബാത്റൂമിൽ കാല് തന്നെ വീണു എന്നാണ് അതിൽ കാണിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓയോന്ന് വിചാരിക്കും, അയാൾ ബാത്റൂമിൽ വീഴാനോ? പക്ഷെ ഞാനതല്ലല്ലോ കണ്ടത്. ഇങ്ങനെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അവൾക്കൊരു ഫോൺ കോൾ വരിക. പൊളിറ്റീഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലായിരിക്കും ഇവളെ വിളിക്കുന്നുണ്ടാവുക. കാരണം അവസാനമായിട്ട് അയാളുടെ കോൾ പോയിട്ടുള്ളത് ഓയോനിയുടെ നമ്പറിലേക്കാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറുന്ന ഓയോനിനെ ബാക്കിൽ നിന്ന് ആരോ കഴുത്ത് കയറി പിടിക്കുന്നു. എന്നിട്ട് പറയും, നീ എന്തിനാണ് ഇന്നലെ പൊളിറ്റീഷ്യൻ്റെ വീട്ടിലേക്ക് പോയത്? അപ്പോൾ അവൾ പറയും, അയാൾ എന്നെ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്, അല്ലാതെ അയാളെ കൊന്നത് ഞാനല്ലാന്ന്. കാരണം ഇവൾ പേടിക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും ആൾക്കാരാണോ ഇവളെ പിടിച്ചു വെച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് വേറെ ആരുമല്ല, നമ്മുടെ ചെയർമാൻ ജൂൻ്റെ സെക്രട്ടറി ആയിരിക്കും. നീ അവിടെ വെച്ച് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മറന്നേക്ക്. വേണ്ടാത്ത എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും. നീ പോയ സമയത്ത് അയാൾ ബാത്റൂമിൽ വീണ് കിടക്കുകയായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനുശേഷം അയാളൊരു ഫയൽ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, നീ ഈ സ്ഥലം വാങ്ങിക്കണം, നിനക്കത് ഉപകാരപ്പെടും. എന്താണെന്ന് വെച്ചാൽ അവിടെ റീഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇത് എൻ്റെ ഒരു ചെറിയ സമ്മാനമായിട്ട് നീ കൂട്ടിക്കോ. ഇതും പറഞ്ഞിട്ട് അയാൾ പോകും. അവിടുന്ന് ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ചെയർമാൻ ജൂൻ്റെ ഓഫീസായിരിക്കും. അയാളുടെ സെക്രട്ടറിയുടെ അടുത്ത് ചോദിക്കും, ഞാൻ ഇന്നലെ വിളിച്ച സമയത്ത് നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? അപ്പോൾ അയാൾ പറയും, സർ ഞാനത് ഹോസ്പിറ്റലിലായിരുന്നു എന്ന്. പക്ഷേ ഇയാളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു സംശയം തോന്നിയ ചെയർമാൻ ജൂ അയാളുടെ അടുത്ത് പോയിട്ട് പറയും, നീ ഇത്രയും കാലം ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തു, ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടുന്ന് പോവാം. അതിനുശേഷം അയാൾ ഹോസ്പിറ്റലിലേക്കായിരിക്കും പോവുക. എന്തിനാന്ന് വെച്ചാൽ ഷിമ്മിൻ്റെ മകളെ കൊല്ലാനായിട്ട്. അയാൾ അവളുടെ മുഖത്തിടുന്ന ഓക്സിജൻ മാസ്ക് റിമൂവ് ചെയ്യും. എന്നിട്ട് അവളുടെ മരണം ഉറപ്പ് വരുത്തും. അതിനുശേഷം ഷിമ്മിനെ വിളിച്ചിട്ട് ഈ വിവരം അറിയിക്കുകയും ചെയ്യും. ഇത് കേട്ടുകൊണ്ട് ഷിമ്മ് അവിടേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരും. ഈ സീൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ജുദന്തയാണ് ഇവിടെ സ്കോർ ചെയ്തതെന്ന്. പക്ഷേ അല്ല, ശരിക്കും ഇവിടെ സ്കോർ ചെയ്തത് നമ്മുടെ ഷിമ്മ് തന്നെയാണ്. കാരണം അവൾക്കിത് നേരത്തെ അറിയായിരുന്നു. ചെയർമാൻ്റെ സെക്രട്ടറി ആയിരിക്കും ഈ വിവരം അവളെ അറിയിക്കുക. കാരണം അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു അയാളുടെ ചെയർമാൻ്റെ അടുത്ത പ്ലാന് ഇവളെ കൊല്ലുക എന്നുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ ആ കുട്ടീനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒത്തു കളിച്ചിട്ടുള്ള ഒരു പ്ലാനായിരുന്നു ഈ ഒരു പ്ലാന്. ഹേനിയുടെ ഹാർട്ട് ബീറ്റ് കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ആകാൻ വേണ്ടിയിട്ട് അയാൾ ഒരു മെഡിസിൻ അവളുടെ ദേഹത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. അതിനുശേഷമാണ് ചെയർമാൻ ജൂ വന്നിട്ട് അവളുടെ ഓക്സിജൻ മാസ്ക് റിമൂവ് ചെയ്യുന്നത്. അപ്പോഴാണ് അവളുടെ ഡെത്ത് ഉറപ്പ് വരുത്തുന്നതും. പക്ഷേ അതേ സമയത്ത് തന്നെ ഇയാളുടെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ സെക്രട്ടറി അവളെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. ഒരു സെക്കൻഡ് പോലും വൈകിക്കാതെ അവളെ അവർക്ക് രക്ഷിക്കാനും പറ്റുന്നുണ്ട്. അടുത്ത ഭാഗം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓയോനി ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം എങ്ങനെയൊക്കെയോ കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് ചെയർമാൻ ജൂൻ്റെ സെക്രട്ടറി പറഞ്ഞ പ്രകാരം നമ്മുടെ മിൻസോൾ താമസിച്ച ഫ്ലാറ്റ് അവൾ വാങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ വക്കീൽ ആ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്തായിരിക്കും ഓയോന്നി വന്നിട്ട് അത് രാത്രി തന്നെ വാങ്ങി എന്നുള്ള കാര്യം അയാൾ അറിയാം. അപ്പോൾ തന്നെ അയാൾ നമ്മുടെ ചെയർമാനെ വിളിച്ച് ഈ വിവരം അറിയിക്കും. ഇവർക്കിതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് തോന്നും. കാരണം മിൻസോളിൻ്റെ സ്ഥാനത്തേക്കാണ് അവളുടെ മകൾക്ക് അവിടെ സീറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പോൾ അവൾ മരിച്ച ശേഷം അവളുടെ ഫ്ലാറ്റും ഇവൾ വാങ്ങുന്നു. ഇതിൽ എന്തൊക്കെയോ ഒരു അപാകത ഉള്ളതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും അപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. വക്കീൽ അയാളുടെ ഓഫീസിലെത്തിയ സമയത്ത് അയാളുടെ അഡ്രസ്സിലേക്ക് ഒരു കത്ത് വന്നിട്ടുണ്ടാവും. അതിലെന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് മെയിൽ ലെറ്റർ ആയിരിക്കും. നിങ്ങൾ ചെയ്തതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു ആ ഒരു ലെറ്ററിലുള്ള
കാര്യം. ഇതേ സെയിം ലെറ്റർ നമ്മുടെ ജുതന്തയ്ക്കും അതുപോലെ തന്നെ ഹായൻചൂളിനും സ്യോജിനും എല്ലാവർക്കും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ആരാണ് ഇങ്ങനെ ഒരു പണി ചെയ്യുന്നതെന്ന് ഇവർക്ക് ആർക്കും തന്നെ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് സ്യോജിൻ പറയും, ഈ സംഭവം നടക്കുന്ന സമയത്ത് അന്ന് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാതിരുന്ന ഒരേ ഒരു വ്യക്തി അത് നമ്മുടെ ഷിമ്മായിരുന്നു. മിൻസോൾ മരിച്ച അന്നും അതിന് ശേഷമൊക്കെ ഷിമ്മിൻ്റെ പെരുമാറ്റത്തിൽ വന്ന കുറച്ച് വ്യത്യാസങ്ങൾ നമ്മുടെ കാങ്മാരിയും അതുപോലെ തന്നെ കൊസാങ്ങയൊക്കെ ആലോചിച്ച് പറയുന്നുണ്ട്. അവൾക്കന്ന് തീരെ സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് അവൾ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ട് ചെയർമാൻ ജു ഇതിനെ തള്ളിക്കളയും. പക്ഷേ അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ചിന്ത പെട്ടെന്ന് കടന്നുപോകും. കാരണം അവളുടെ ചേഞ്ചസ് ഇയാൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് അവിടുന്ന് ഓടിയിട്ട് അയാളുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. അതിനുശേഷം അയാളുടെ CCTV ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഷിമ്മ് അന്ന് വന്ന ദിവസം, അതായത് ഡിന്നർ കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വന്ന ദിവസം അവൾ അവിടെ എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ സെക്രട്ടറി അവളോട് സംസാരിക്കുന്നതൊക്കെ ഇയാൾ ഈ ഒരു CCTV ഫൂട്ടേജ് വഴി കണ്ടുപിടിക്കും. കൂടെ നിന്ന് ചതിച്ചതിന് തൻ്റെ സെക്രട്ടറിനെ വിളിച്ചിട്ട് അയാൾ ഒരുപാട് തവണ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയും, സർ ഇത്രയും കാലം ഞാൻ സാറ് പറയുന്ന അനുസരിച്ചു, പക്ഷേ ഇനി മുതൽ ഞാൻ സാറിൻ്റെ അടുത്തേക്ക് തന്നെ വരില്ല, അതുകൊണ്ട് എന്നെ ഇനി അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ പോകും. അടുത്ത ഭാഗത്തിൽ ഷിമ്മ് മിൻസോളിൻ്റെ ബോഡി ദഹിപ്പിച്ച സ്ഥലത്ത് അവളെ കാണാൻ വേണ്ടിയിട്ട് പോവുമായിരിക്കും. ആ സമയത്ത് അവളുടെ പിന്നാലെ തന്നെ നമ്മുടെ കാങ്മാരിയും കൊസാങ്ങയും വക്കീലും കൂടെ വരും. ഷിമ്മ് മിൻസോളിൻ്റെ ഫോട്ടോ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഇവർ കയറി വന്നിട്ട് പറയുക, നീയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? മിൻസോൾ നിൻ്റെ മോളൊന്നുമല്ലല്ലോ, നീ ആ ഫോട്ടോ അങ്ങ് തന്നേന്ന് പറഞ്ഞിട്ട് കാങ്മാരി അവളുടെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിക്കും. അപ്പോൾ ആ സമയത്തായിരിക്കും അവൾ മിൻസോളിൻ്റെ ഫോട്ടോയ്ക്ക് പകരം അവിടെ വേറൊരു കുട്ടിയുടെ ഫോട്ടോ കാണുക. അത് വേറെ ആരുടെ ഫോട്ടോ അല്ല, നമ്മുടെ ഹെയ്നിയുടെ ഫോട്ടോ ആയിരിക്കും. ശരിക്കും ഇവർ വന്ന സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഷിമ്മ് ആ ഫോട്ടോ മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ അവരുടെ മുന്നിൽ നിന്ന് കരയും. ഇവർ ചോദിക്കും, ഇതേതാ ഈ കുട്ടി, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവൾ പറയും, ഇതെൻ്റെ സ്വന്തം മകളാണ്, ഇവൾ കുറച്ച് ദിവസം മുന്നേ മരിച്ചുപോയി, ഇത്രയും കാലം ഹോസ്പിറ്റലിലായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇവർക്ക് ഇവളുടെ കാര്യം ആലോചിച്ചൊരു പാവം തോന്നുന്നുണ്ട്. കാങ്മാരി പറയും, നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഒരു ചേച്ചീനെ പോലെ കരുതി എന്നോടെല്ലാം നീ ഷെയർ ചെയ്യണം, ഞങ്ങൾ നിന്നെ തെറ്റിദ്ധരിച്ചതിൽ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അവിടുത്തെ പിരിയും. ഇപ്പോൾ കാണിക്കുന്നത് 2 മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ചിയോങ് കോളേജിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് മെയിൻ സോളോ പാടുന്നത് നമ്മുടെ സൊക്യോങ് ആയിരിക്കും. അവൾ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനിടയ്ക്ക് അവളുടെ സൗണ്ടിന് പെട്ടെന്നൊരു ക്രാക്ക് വീഴും. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന സ്യോജിൻ പറയും, നാളെയാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്, സൊക്യോങ്ങിൻ്റെ വോയിസിനാണെങ്കിൽ ക്രാക്ക് വീഴുന്നുണ്ട്, ഇപ്പോൾ എന്താ ചെയ്യുക? അതുകൊണ്ട് സൊക്യോങ്ങിന് പകരം വേറെ ആർക്കെങ്കിലും ഈ ഒരു സോളോ പാടാനായിട്ട് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഹാംബിയോളായിരിക്കും ഫസ്റ്റ് എന്നെ കൈ പൊന്തിക്കുക. അവൾ പറയും, ഞാൻ ശ്രമിക്കാമെന്ന്. അത് കേട്ടുകൊണ്ടിരുന്ന റോന പറയും, എനിക്കും താല്പര്യമുണ്ടെന്ന്. അപ്പോൾ സ്യോജിൻ പറയും, എന്നാൽ 2 പേരും ഇത് പാടി നോക്ക്, ആർക്കാണോ നന്നായിട്ട് പാടാൻ പറ്റുന്നത് അവരെ നമുക്ക് സെലക്ട് ചെയ്യാമെന്ന്. ഇവരുടെ 2 പേരുടെയും പാട്ട് കേട്ടതിന് ശേഷം സ്യോജിൻ പറയും, നിങ്ങൾ 2 പേരും നന്നായി തന്നെ പാടി, പക്ഷേ നാളെ ഫംഗ്ഷന് നമുക്ക് റോനേനെ തന്നെ സെലക്ട് ചെയ്യാമെന്ന്. ഇത് കേട്ടിട്ട് ഹാംബിയോളിനാകെ ദേഷ്യം വരും. കാരണം അവൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഈ ഒരു പാട്ട് പാടണം എന്നുള്ളത്. പക്ഷേ റോണയ്ക്കാണ് ഇത് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് അതിലേറെ സങ്കടവും വന്നു. പക്ഷേ റോണ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം അവൾക്ക് അവളുടെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ ആദ്യത്തെ ഒരു വേദിയായിരുന്നു. അതൊരിക്കലും മിസ്സാക്കരുതെന്ന് അവൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഓയോനെയും അതുപോലെ തന്നെ റോനയും കൂടെ നന്നായിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഫംഗ്ഷന് വേണ്ടി പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു കാർ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വേറെ ആരുമല്ല, നമ്മുടെ സ്യോജിൻ തന്നെയാണ്. റോണയുടെ പെർഫോമൻസ് മുടക്കാൻ വേണ്ടി അവൾ കണ്ടുപിടിച്ചൊരു വഴിയായിരുന്നു ഈ ഒരു ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അവൾ നമ്മുടെ ഹാംബിയോളിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയും, ഈ ഒരു പെർഫോമൻസ് നിൻ്റെ മാത്രമാണ്, ഇന്ന് ഒരിക്കലും റോന ഇങ്ങോട്ട് വരില്ല, അതുകൊണ്ട് നീ നന്നായിട്ട് പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. നിൻ്റെ മുത്തശ്ശനൊക്കെ ഇന്ന് ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, അവരുടെ മുന്നിൽ നീ നിൻ്റെ കഴിവ് തെളിയിക്കണം. ചിയോങ് കോളേജിൻ്റെ ഫ്യൂച്ചർ ഓണർ നീയാണെന്ന് അവർക്ക് എല്ലാവർക്കും നീ മനസ്സിലാക്കി കൊടുക്കണം, അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. അപ്പോഴേക്കും ബോധം വന്ന റോന പറയും, എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, എന്നെ എത്രയും പെട്ടെന്ന് സ്കൂളിൽ എത്തിക്കാൻ നോക്കമ്മേ, ഇതെൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്, ഈ ഒരു ഫംഗ്ഷൻ എനിക്ക് എൻ്റെ കഴിവ് തെളിയിച്ചേ പറ്റൂ, അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കണമെന്ന്. ഓയോനി 2 കൽപ്പിച്ച് മകളെയും കൂട്ടി എങ്ങനെയൊക്കെയോ അവളുടെ സ്കൂളിലെത്തി. പക്ഷേ സ്യോജിൻ്റെ ആൾക്കാർ മനഃപൂർവ്വം ഇവർ 2 പേരെയും അങ്ങോട്ടേക്ക് കയറ്റി വിട്ടില്ല. അവസാന മുറയായിട്ട് ഓയോനി അവരൊക്കെ അടിച്ചിട്ടതിന് ശേഷം തൻ്റെ മകളെയും കൂട്ടി സ്റ്റേജിലേക്ക് ഓടി. ആ സമയത്ത് റോന കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാംബിയോൾ അവിടെ പെർഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ റോനയ്ക്ക് ഒരുപാട് സങ്കടമായി. അതിലേറെ സങ്കടമായി നമ്മുടെ ഓയോനിക്ക്. കാരണം അവളുടെ മകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വേദിയായിരുന്നു ആ ഒരു വേദി. പണ്ട് സ്യോജിൻ എന്താണോ ഓയോനിയോട് ചെയ്തത് അതേ സെയിം കാര്യം തന്നെയാണ് ഇപ്പോൾ ഹാംബിയോൾ നമ്മുടെ റോനയുടെ അടുത്തും കാണിക്കുന്നത്. ഈ ഒരു സീനോട് കൂടി പെന്തോസ് വാറിൻ ലൈഫ് സീസൺ 1 6ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇത് അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.